എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസായ 4 സിനിമകളുടെ അടക്കം 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയാണല്ലോ അജയൻ്റെ രണ്ടാം മോഷണം. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ആദ്യ ദിവസം മുതൽ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ചിത്രം 7 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 7ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 7ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,80,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 24,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 53 കോടി 54 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ടോവിനോ തോമസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമയായി ഇതിനോടകം തന്നെ ARM മാറിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 8ാം ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 71 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ചിത്രത്തിന് ഇന്നലത്തിന് സമാനമായിട്ടുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയാണ്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. നിലവിൽ ചിത്രം 7 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ 7ാം ദിവസമായി ഇന്നലത്തെ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ 7ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12,30,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 21 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 8ാം ദിവസമായി ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കളക്ഷൻ 80 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഇന്നത്തെ കളക്ഷനിൽ ARMനേക്കാൾ മികച്ചൊരു കളക്ഷനിലേക്ക് ചിത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 8ാം ദിവസമായി ഇന്ന ചിത്രം ARMനേക്കാൾ മികച്ച കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ കിഷ്കിന്ധാകാന്ഡം നേടാൻ പോകുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത കോണ്ടർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2.5 കോടിയിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി 3.5 കോടി റേഞ്ചിലാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാൻ. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഓമലൂർ സംവിധാനം ചെയ്ത് ഒരുപാട് താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമ കൂടിയാണല്ലോ ഫാമിലി ഫൺ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബാഡ് ബോയ്സ്. 6ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആകെ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,40,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ദളപതി വിജയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഗോട്ട്. നിലവിൽ 14 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഗോട്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 14ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആകെ 14 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 13,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ഗോട്ട് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് 413 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് നേടിയ സിനിമ 14ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 14 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 420 കോടിയിലേക്ക് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം കളക്ഷൻ വൈസ് വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.